തൃശൂർ എരുമപ്പെട്ടി കടങ്ങോട് മില്ല് സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് വ്യാപാരിക്ക് പരിക്ക് പറ്റിയതായി പരാതി. മില്ല് സെന്ററിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ഷിഹാബിന്റെ കഴുത്തിലാണ് പടക്കം പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത്. കടയുടെ മുന്നിലിട്ട് പടക്കം പൊട്ടിച്ചപ്പോൾ തെറിക്കുകയായിരുന്നു ഷിഹാബ്. ആശുപത്രിയിൽ ചികിത്സ തേടി അശ്രദ്ധയോടെ അപകടകരമായ രീതിയിൽ പടക്കം പൊട്ടിച്ചതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഷിഹാബ് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. എരുമപ്പെട്ടി കടങ്ങോടാണ് മില്ല് സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് വ്യാപാരിക്ക് പരിക്ക് പറ്റിയതായി ഒരു പരാതി ഉയരുന്നത്. മില്ല് സെന്ററിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഷിഹാബിന്റെ കാര്യത്തിലാണ് ഇത്തരത്തിൽ പടക്കം പൊട്ടിത്തെറിച്ച് വീണ് പരിക്കേറ്റത്. കടയുടെ മുന്നിലിട്ട് പടക്കം പൊട്ടിച്ചപ്പോൾ തെറിക്കുകയായിരുന്നു. ഷിഹാബ് ആശുപത്രിയിൽ ചികിത്സ തേടി. അമേരിക്കയിൽ വെടിവെപ്പിൽ പ്രതികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. കാലിഫോർണിയയിലെ സാൻഡിയാഗോയിൽ ഇസ്ലാമിക് സെന്ററിന് പുറത്താണ് വെടിവെപ്പുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടുന്നതായി റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരിൽ 2 പേർ കൗമാരക്കാരാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം നടത്തിയ 2 കൗമാരക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 17-19 വയസ്സ് പ്രായമുള്ളവരാണ് പ്രതികൾ. തിങ്കളാഴ്ച നടന്ന വെടിവെപ്പ് വിദ്വേഷ കുറ്റകൃത്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. സാൻഡിയാഗോ കൗണ്ടിയിലെ ഏറ്റവും വലിയ പള്ളിയിലാണ് ആക്രമണം നടന്നത്. അപ്പാർട്ട്മെന്റുകളും സ്ട്രിപ്പ് മാളുകളും ഉൾപ്പെടെയുള്ള ജനവാസ കേന്ദ്രത്തോട് ചേർന്ന പള്ളിയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. അമേരിക്കയിൽ വെടിവെപ്പിൽ പ്രതികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. കാലിഫോർണിയയിലെ സാൻഡിയാഗോ ഇസ്ലാമിക് സെന്ററിന് പുറത്താണ് ഇത്തരത്തിൽ വെടിവെപ്പുണ്ടായത്. ഈ വെടിവെപ്പിലാണ് 5 പേർ പ്രതികൾ ഉൾപ്പെടെയുള്ള 5 പേർ കൊല്ലപ്പെട്ടതായി പുറത്തുവരുന്ന വിവരങ്ങൾ. കൊല്ലപ്പെട്ടവരിൽ സുരക്ഷാ ജീവനക്കാരനും ഉൾപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കൊല്ലപ്പെട്ടവരിൽ 2 പേർ കൗമാരക്കാരാണ് എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആക്രമണം നടത്തിയ 2 കൗമാരക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 17-19 വയസ്സ് പ്രായമുള്ളവരാണ് ഈ പ്രതികൾ. തിങ്കളാഴ്ച നടന്ന വെടിവയ്പ് വിദ്വേഷ കുറ്റകൃത്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. സാൻഡിയാഗോ കൗണ്ടിയിലെ ഏറ്റവും വലിയ പള്ളിയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. അപ്പാർട്ട്മെന്റുകളും സ്ട്രിപ്പ് മാളുകളും ഉൾപ്പെടെയുള്ള ജനവാസ കേന്ദ്രത്തോട് ചേർന്ന പള്ളിയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. ഇന്ത്യൻ വ്യവസായികളായ ഗൗതം അദാനി, സാഗർ അദാനി എന്നിവർക്ക് ആശ്വാസം. ഇവർക്കെതിരെയുള്ള എല്ലാ ക്രിമിനൽ കുറ്റപത്രങ്ങളും US നീതിന്യായ വകുപ്പ് പൂർണ്ണമായും ഒഴിവാക്കി. ന്യൂയോർക്ക് കോടതിയിൽ നിലനിന്നിരുന്ന തട്ടിപ്പ് കേസുകളാണ് US പ്രോസിക്യൂട്ടർമാർ എന്നേക്കുമായി റദ്ദാക്കിയത്. കുറ്റാരോപണങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് US അധികൃതരുടെ നീക്കം. ഇന്ത്യയിൽ സൗരോർജ്ജ കരാറുകൾ നേടിയെടുക്കുന്നതിനായി $250 ദശലക്ഷം ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി നൽകാൻ അദാനിയും കൂട്ടരും പദ്ധതിയിട്ടു എന്നതായിരുന്നു 2024 നവംബറിൽ ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെ സൗരോർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിക്ഷേപകരെ വഞ്ചിച്ചുവെന്ന കേസും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഒത്തുതീർപ്പാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ US ട്രഷറി വകുപ്പിന്റെ ഭാഗമായ ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോളിന്റെ ഉപരോധം ലംഘിച്ച് ഇറാനിൽ നിന്നും LPG ഇറക്കുമതി ചെയ്തതായും ബന്ധപ്പെട്ട കേസും തിങ്കളാഴ്ച ഒത്തുതീർപ്പായി. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കും. ജയിൽ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായതാണ് സൂചന. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 2006 കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. പൊതു അവകാശ കേസിൽ കോടതി വിധിച്ച 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. രാജ്യം വിടാനുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. 15 മില്യൺ റിയാൽ അഥവാ 34 കോടിയോളം രൂപ മോചനദ്രവ്യം വാങ്ങി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുകയായിരുന്നു. കോടതി വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ പൊതു അവകാശ കേസിലെ തടവ് ശിക്ഷയ്ക്ക് ശേഷം മോചനത്തിനുള്ള വഴി തെളിഞ്ഞു.